ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹിതികളായ എൻ്റെ വർണ്ണശലഭങ്ങളെ, അസ്സലാമു അലൈക്കും. SSF നടത്തിയിരുന്ന 32ാമത് സാഹിത്യോത്സവിൻ്റെ പ്രൗഢമായ ഈ വേദിയിൽ നിങ്ങളോട് ഞാനൊരു കൊച്ചു കഥ പറയാം. ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. ബുർദയെക്കുറിച്ച് കേൾക്കാതെ കൂട്ടുകാർ നമ്മളിൽ ഉണ്ടാവാനിടയില്ല. ബുർദയുടെ രചയിതാവ് ഇമാം ബൂസൂരിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഏറ്റവും സുന്ദരമായ ഭാഷയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പ്രകീർപ്പിച്ച് കാവ്യമെഴുതിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളെല്ലാം മാറിയെന്നാണ് ചരിത്രം. കവിത എഴുതുന്നിടയിലുണ്ടായ രസകരമായ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരിക്കൽ ഇമാം ബൂസൂരി തങ്ങൾ കിടന്നുറങ്ങുകയായിരുന്നു. ഉറക്കത്തിൽ നല്ലൊരു സ്വപ്നം കണ്ടു. ശാന്തസുന്ദരമായ ഒരു കടൽ, കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന വെള്ളം. അവിടെ അതാ ഒരു പക്ഷി, അതെന്തോ ചെയ്യുകയായിരുന്നു. തൻ്റെ ചെറിയ കൊക്ക് കൊണ്ട് മണലിൽ ഒരു കുഴിയുണ്ടാക്കുന്നു. അതിനുശേഷം പാറിപ്പറന്ന് കടലിൽ നിന്ന് വെള്ളം കോരി ആ കുഴിയിൽ നിറക്കും. പക്ഷിയുടെ പ്രവർത്തനം തുടർന്നു കൊണ്ടേയിരുന്നപ്പോൾ മഹാൻ പക്ഷിയോട് ചോദിച്ചു, എൻ്റെ കിളി, നീ എന്താണ് ചെയ്യുന്നത്? ഈ കടലിലെ ജലം മുഴുവനും ഞാൻ ഈ കുഴിയിൽ നിറക്കുകയായിരുന്നു. ലാഘവത്തോടെയുള്ള പക്ഷിയുടെ മറുപടി കേട്ടപ്പോൾ മഹാൻ ചിരിച്ചു. അതിലെന്തിത്ര ചിരിക്കാൻ? അതിലും വിലപിട്ടിത്തമല്ലേ അങ്ങ് കാണിച്ചു കൊണ്ടിരിക്കുന്നത്? സമുദ്രസാഗരമായ തിരവിശ്രീത്വത്തെ എങ്ങനെയാണ് ഒരു കാവ്യത്തിൽ ഒതുക്കാനാവുക, പല വഴികളിൽ ഒതുക്കാനാവുക? മഹാൻ ഞെട്ടിയുണർന്നു. അത് ശരിയാണ്, ഞാനെന്ത് വിട്ടിത്തരമാണ് കാട്ടിച്ചു കൊണ്ടിരിക്കുന്നത്? മുത്തുനബി ചരിത്രത്തെ എങ്ങനെയാണ് പറഞ്ഞു തീർക്കാനാവുക, കാവ്യത്തിൽ ഒതുക്കാനാവുക? കവിതയിൽ ഫഇന്ന ഫളൽ റസൂലുള്ളാഹ് എന്ന വഴി കൂട്ടിച്ചേർക്കുന്നത് അപ്പോഴാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എത്ര പാടിയാലും പറഞ്ഞാലും തീരുകയില്ല എന്ന് ഇമാം ബൂസൂരി തങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. നോക്കൂ കൂട്ടുകാരെ, നമ്മൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പാടിക്കൊണ്ടും പറഞ്ഞും കൊണ്ടിരിക്കാം. നാഥൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.